ബാർക്കോഴ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിക്കുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഒന്നാം ബാർക്കോഴയുടെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ബാർക്കോഴ നടന്ന മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ്. രണ്ടാം ബാർക്കോഴ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് ആവശ്യപ്പെട്ടു. ബാർക്കോഴയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ UDF ഭരണകാലത്ത് നടന്ന ബാർക്കോഴയുടെ തനി ആവർത്തനമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബാർക്കോഴയുടെ വിശദ വിവരങ്ങൾ പുറത്തു വന്ന് 5 ദിവസം കഴിയുമ്പോഴും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ ചേരുകയാണ്. ഗൂഗിൾ, മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിക്കുന്നത്, മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതിനൊപ്പം കേന്ദ്ര ഏജൻസികൾ ഈ ഒരു വിഷയം അന്വേഷിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടുപോലും കാര്യമില്ല എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും അദ്ദേഹം വിശദീകരിച്ചത്? സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും മറ്റു വകുപ്പ് മന്ത്രിമാർക്കും ഇതിനെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് കെ സുരേന്ദ്രൻ നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. ഈ രണ്ടാം ബാർക്കോഴ വിവാദം ഉയർന്നതിന് ശേഷം 5 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. UDF സർക്കാരിന്റെ കാലത്തുണ്ടായതിനുള്ള സമാനമായിട്ടുള്ള ഒരു കോഴയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. എല്ലാ വകുപ്പിലും കൈയിട്ട് വാരുന്നത് മുഹമ്മദ് റിയാസാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മദ്യനയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ, മറ്റ് ഘടകകക്ഷികളെ അറിയിച്ചോ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഓൺലൈനായിട്ട് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കെ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് പൊതുജനങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ കെ സുരേന്ദ്രൻ എടുത്തു ചോദിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പിനെതിരെ ഉയർന്ന ആരോപണം ഉന്നയിക്കാൻ ഉത്തരവിട്ടത് വകുപ്പ് മന്ത്രിയാണെന്നും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും കെ സുരേന്ദ്രൻ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP തുടർ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമോ എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ BJP സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും തീരുമാനിക്കുക എന്നൊരു കാര്യം കൂടി പറയുന്നു. മുഖ്യമന്ത്രി അല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നത്, മന്ത്രി മുഹമ്മദ് റിയാസാണ്. കോഴിക്കോട്ടുകാരനായ മുഹമ്മദ് റിയാസാണ് കേരളം ഭരിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഒരു നിഴൽ മുഖ്യമന്ത്രിയെ പോലെ പെരുമാറുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസുകളൊക്കെ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസികളെ അന്വേഷിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനുള്ള പങ്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കുകയാണെങ്കിൽ ഇതേ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കേരള മുഖ്യമന്ത്രിക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കെ സുരേന്ദ്രൻ പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉന്നയിച്ചത്. അതേപോലെ സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിയെ മന്ത്രി മുഹമ്മദ് റിയാസിനെ MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തി അവർ മറുപടി പറയേണ്ട തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയത്. കാരണം 2.5 ലക്ഷം രൂപ വീതം ഓരോ ബാർ ഉടമകളും നൽകുമ്പോൾ വലിയ ഒരു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഈ അന്വേഷണം കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ എന്ന കാര്യം അദ്ദേഹം അക്കമിട്ട് നിരത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിൽ വിവാദമാകാനുള്ള സാധ്യതയുണ്ട്. 5 ദിവസമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മൗനം പാലിക്കുന്നതിനെയും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇത്തരം വലിയൊരു വിവാദം, അഴിമതി ആരോപണം മുന്നിലേക്ക് വന്നിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യം കൂടെ അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. സുരേഷ്, ശരി, മുഖ്യമന്ത്രിയുടെ മൗനം ഈ ബാർക്കോഴ വിഷയത്തിൽ ഞെട്ടിക്കുന്നതെന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് നിന്നും ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.